യെസ്, ആശുപത്രിയുടെ പരിഷ്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന കേന്ദ്രം അവിടെ തന്നെയാണ്. മുൻ MLA CK ശശീന്ദ്രന്റെ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. കാരണം വയനാടിന്റെ പൾസറിയാവുന്ന വയനാടിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തതയുള്ള മുൻ MLA CPM നേതാവുമായ CK ശശീന്ദ്രനും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാണുന്നു. അദ്ദേഹത്തിന്റെയും വാക്കുകൾ. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. ഈ ദുരന്തം അതിജീവിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരള ഗവൺമെന്റ് 2000 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമെന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ആകെ പ്രതീക്ഷിക്കുന്നത്, കേരളമാകെ പ്രതീക്ഷിക്കുന്നത്. അതിനനുകൂലമായൊരു നിലപാട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരാണ് വയനാട്ടുകാർ. കേരളത്തിൽ പൊതുവിലും വയനാട് പൊതുവിൽ ഒരു ദുരന്ത മേഖലയായി മാറുമ്പോൾ ഈ വലിയ ദുരന്തത്തെ നേരിട്ട് കണ്ട വയനാട്ടുകാർക്കും വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട്. ഒപ്പം വയനാടിന്റെ പുനർനിർമ്മാണം എങ്ങനെ സാധ്യമാകുമെന്ന കാര്യത്തിൽ അവർക്കും ചില കാഴ്ചപ്പാടുകളുണ്ട്. കേൾക്കാം നാട്ടുകാരുടെ പ്രതീക്ഷ. ക്കാളൊക്കെ കൂടുതൽ അവർക്കിപ്പോൾ വേണ്ടത് ജീവിക്കാനൊരു സ്വസ്ഥമായിട്ട് നിൽക്കാനൊരു വീടാണ്. അപ്പോൾ നമ്മളൊക്കെ അത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതാണ് പ്രധാനമന്ത്രി വന്നാൽ ഗുണമുണ്ടാവും. സമഗ്ര പാക്കേജ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലേ? അതെ 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 അതെ, എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ. വയനാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഇത്ര വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുന്നതാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയാണ് വയനാട്ടുകാർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്യമൃഗശല്യമായിരുന്നു. നിരവധി ആളുകളാണ് വയനാട്ടിൽ മരണപ്പെട്ടത്. അതിനുശേഷം 2019 പുത്തുമല ദുരന്തം ഉണ്ടായി. അതിൽ നിരവധി ആളുകൾ കാണാനുണ്ട്. ഇനിയും അവർക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വലിയ അപകടമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയും ഉണ്ടായിട്ടുള്ളത്. 400-ലധികം ബോഡികൾ ഇപ്പോൾ കിട്ടി. 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്.